നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര തൊഴിൽ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ പണിമുടക്ക് രണ്ടാം ദിനത്തിലും സ്തംഭിച്ചു നാടും നഗരവും. തിരൂരിലും സമീപ പ്രദേശങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളടക്കം അടഞ്ഞുകിടന്നു. താനൂരിൽ വ്യാപാരികളും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റം. പണിമുടക്കിൽ തുറന്ന കടകൾ സമരാനുകൂലികൾ അടപ്പിച്ചു. പോലീസ് എത്തിയതോടെയാണ് രംഗം ശാന്തമായത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ താനൂരിൽ പ്രകടനം നടത്തി. വ്യാപാര സംഘടനാ നേതാക്കൾ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് സമര നേതാക്കൾ. തീരദേശം കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണി അറസ്റ്റിൽ. പറവണ്ണ സ്വദേശി 29-കാരൻ പള്ളിപ്പറമ്പിൽ ഷെഫീഖിനെയാണ് MDMA-യുമായി തിരു പോലീസ് പിടികൂടിയത്. താനൂർ നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് മാർച്ച് 31 രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ പി ശംസുദ്ദീൻ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 424 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിടെ 17,746 സാമ്പിളുകളാണ് പരിശോധിച്ചത്. മലപ്പുറം ജില്ലയിൽ 8 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര തൊഴിൽ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ പണിമുടക്ക് രണ്ടാം ദിനത്തിലും സ്തംഭിച്ചു നാടും നഗരവും. തിരൂരിലും സമീപ പ്രദേശങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളടക്കം അടഞ്ഞുകിടന്നു. വാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല. സമരാനുകൂലികൾ നഗരങ്ങളിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. തൊഴിലാളി ലേബർ കോഡുകൾ പിൻവലിക്കുക, കർഷകരുടെ 6 ആവശ്യങ്ങളടങ്ങിയ അവകാശ പത്രിക ഉടൻ അംഗീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് രണ്ടാം ദിനത്തിലും പൂർണ്ണം. തിരൂർ, താനൂർ തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളടക്കം അടഞ്ഞുകിടന്നു. വാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല. കഴിഞ്ഞ ദിവസം വ്യാപാരികൾ തുറക്കുമെന്ന് അറിയിച്ചെങ്കിലും തിരൂരിൽ കടകൾ പൂർണ്ണമായും അടഞ്ഞു. താനൂരിൽ ഏതാനും കടകൾ തുറന്നെങ്കിലും സമരാനുകൂലികൾ എത്തി അടപ്പിച്ചു. തിരൂർ നഗരത്തിൽ വാഹനങ്ങളും സർവീസ് നടത്തിയില്ല. ആലത്തിയൂരിലും കടകളെല്ലാം പൂർണ്ണമായും അടഞ്ഞുകിടന്നു. സർവീസ് നടത്തിയ വാഹനങ്ങൾ സമരാനുകൂലികൾ തടഞ്ഞു. തിരൂർ നഗരത്തിലും പ്രകടന വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. താഴെപ്പാലത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമരപ്പന്തലിൽ സമാപിച്ചു. KP ഹരീഷ് കുമാർ, അംസാൻ നാര, KV പ്രസാദ്, സമീർ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ആരോടും ചോദിക്കാതെ, പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ ഇഷ്ടം പോലെ വിറ്റ് തുലക്കാം എന്നാണോ അവർ പറയുന്നത്? ഇന്നലെ വരെ തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ നാളെ മുതൽ നൽകില്ല എന്ന് പറയുമ്പോൾ അത് മിണ്ടാതെ അനുസരിക്കണമെന്നാണോ അവർ പറയുന്നത്? തൊഴിലാളികളെ ക്ഷേമത്തിന് വേണ്ടി കൊണ്ടുവന്ന 44ഓളം തൊഴിൽ നിയമങ്ങൾ 4 കോഡുകളാക്കി വെട്ടിച്ചുരുക്കി ഉടമകൾക്ക് അനുകൂലമായി തൊഴിൽ നിയമങ്ങൾ മാറ്റി എഴുതുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറയരുത് എന്നാണ് അവർ പറയുന്നത്. താനൂരിൽ സമരക്കാർ പ്രകടനം നടത്തി. തുടർന്ന് യോഗത്തിൽ M ബാപ്പുട്ടി, PS സദേവൻ, അനിൽകുമാർ, അഷ്റഫ്, AK സിറാജ്, സിദ്ദീഖ്, NP സലീം, ബാലകൃഷ്ണൻ ചുള്ളിയത്ത്, E സുജ തുടങ്ങിയവർ സംസാരിച്ചു. കുഞ്ഞാവ അധ്യക്ഷനായിരുന്നു. താനൂരിൽ വ്യാപാരികളും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും. പണിമുടക്കിൽ തുറന്ന കടകൾ സമരാനുകൂലികൾ അടപ്പിച്ചു. പോലീസ് എത്തിയതോടെയാണ് രംഗം ശാന്തമായത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ താനൂരിൽ പ്രകടനം നടത്തി. പണിമുടക്കിന്റെ രണ്ടാം ദിനത്തിൽ താനൂരിൽ വ്യാപാരികൾ കടകൾ തുറന്നെങ്കിലും സമരാനുകൂലികൾ എത്തി അടപ്പിക്കാൻ ശ്രമിച്ചത് വാക്കേറ്റത്തിനും നേരിയ സംഘർഷത്തിനും ഇടയാക്കി. വ്യാപാരി സംഘടനയുടെ നിർദ്ദേശത്തോടെയാണ് കടകൾ തുറക്കാൻ വ്യാപാരികൾ തയ്യാറായത്. എന്നാൽ സമരാനുകൂലികളെത്തി തുറന്ന കടകൾ ബലമായി അടപ്പിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ വ്യാപാരി നേതാക്കളും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ താനൂർ നഗരത്തിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു.
സംഘടനാ നിർദ്ദേശത്തെ തുടർന്നാണ് വ്യാപാരികൾ തുറന്നതെന്നും എന്നാൽ വ്യാപാരികൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് സമരക്കാർക്ക് അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്നും വ്യാപാരി നേതാക്കൾ പറഞ്ഞു. പോലീസിന്റെ അനാസ്ഥ, പോലീസ് നോക്കിയിരിക്കുക. നമുക്ക് സംരക്ഷണം നൽകുന്ന, നമുക്ക് നീതി നടത്തുന്ന, നമ്മൾ ശമ്പളം വാങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മളെ ഒരു രീതിയിലും സഹകരിക്കാത്ത രീതിയിൽ നടന്ന് പൂട്ടിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ് നമ്മളിവിടെ കാണാനായി. ഇതിന്റെ പ്രതിഷേധമാണ് നമ്മൾ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വരും കാലങ്ങളിൽ നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ നമ്മൾ ഈ പരിപാടിയിൽ ഇപ്പോൾ നമ്മൾ പ്രതിഷേധം നടത്തി വളരെ സന്തോഷമുണ്ട്. ഇതുപോലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കണം. എന്നാലേ ഇതുപോലുള്ള അധികാരികളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണരുകയുള്ളൂ. അത്രമാത്രം രൂക്ഷമായ രീതിയിലാണ് ഇപ്പോൾ കടകൾ വന്ന് പൂട്ടിച്ചത്. എത്ര കാലമായി നമ്മൾ അടഞ്ഞെടുക്കുന്നു. നമ്മൾ എത്ര ഭീമമായ നഷ്ടങ്ങൾ, എത്ര കടകളുടെ പൂട്ടി നടക്കണം കൊറോണ കാലത്തിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രതിഷേധമായി, ഇത് സൂചന മാത്രമാണ്. ഇനി നമ്മളെ വ്യാപാരികളെതിരെ ഇവർ ഇതുപോലുള്ള ധിക്കാരമായ നടപടിയുമായി മുന്നോട്ട് നമ്മൾ പ്രതിഷേധിക്കും. തീർച്ചയായിട്ടും യൂണിറ്റ് പ്രസിഡന്റ് NN മുസ്തഫ കമാൽ, ജനറൽ സെക്രട്ടറി MC റഹീം, ട്രഷറർ P ഷൺമുഖൻ, KP മനാഫ്, AM അലി, കള്ളിയത്ത് ജലീൽ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. വ്യാപാര സംഘടനാ നേതാക്കൾ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ഇത് സമരക്കാർ ചെറുക്കാൻ ശ്രമിച്ചതോടെ സംഘർഷമുണ്ടാകാനുള്ള ശ്രമമുണ്ടായെങ്കിലും പോലീസും നേതാക്കളും ഇടപെട്ടതോടെയാണ് ഒഴിവായതെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി രണ്ടാം ദിവസം സംയുക്ത സമരത്തിൽ സഹകരിക്കണമെന്ന് കടയുടമകളോട് അഭ്യർത്ഥിക്കുകയായിരുന്നു. ഇതിനിടയിലേക്ക് വ്യാപാര സംഘടനാ നേതാക്കൾ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ കടന്നുകയറുകയായിരുന്നെന്നും ഇത് സമരക്കാർ ചെറുക്കാൻ ശ്രമിച്ചതോടെ സംഘർഷമുണ്ടാവാനുള്ള ശ്രമമുണ്ടായി. പോലീസും യൂണിയൻ നേതാക്കളും ഇടപെട്ട് തടഞ്ഞതോടെയാണ് സംഘർഷത്തിലേക്ക് നീങ്ങാതിരുന്നതെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. ഇന്ന് സാധാരണഗതിയിൽ ചില കടയുടമകൾ കട തുറക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി അവർ കട തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ആളുകൾ അവരോട് പോയി കാര്യങ്ങൾ പറഞ്ഞു, സഹകരിക്കണം, കുറച്ച് മണിക്കൂറുകൾ കൂടി ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും സഹകരിക്കാൻ തീരുമാനിച്ചതാണ്. അതിനിടയിൽ ചില എന്തൊക്കെ സംഭവിച്ചതിൻ്റെ ഭാഗമായി, ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായി വ്യാപാരി വ്യവസായ യൂണിയൻ്റെ നേതാക്കന്മാർ തന്നെ ഞങ്ങൾ ഈ വിശീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിലേക്ക് കയറി വരികയാണ് ചെയ്തത്. കടകൾ അടപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇതാണ് ചെയ്തത്. വ്യാപാരി വ്യവസായ യൂണിയൻ്റെ ഒരു നേതാവ് തന്നെ അദ്ദേഹത്തിൻ്റെ ജ്വല്ലറിയും തുറന്നിരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അടപ്പിക്കാൻ നമ്മൾ പോയിട്ടില്ല. പക്ഷേ അതിൻ്റെ ഭാഗമായി വാക്കുതർക്കം ഉണ്ടാകുകയുണ്ടായത്. പക്ഷേ നമ്മുടെ നേതാക്കന്മാരെല്ലാം തന്നെ സംയോജിതമായി ഇടപെടുന്നതിൻ്റെ ഭാഗമായി മറ്റു തർക്കത്തിലേക്ക് പോകാതെ പോലീസ് ഇടപെട്ടതിൻ്റെ ഭാഗമായി മറ്റു തർക്കത്തിലേക്ക് പോയിട്ടില്ല. ചെറുകിട കച്ചവട വ്യാപാര മേഖലയെ വരെ ബാധിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ നടത്തുന്ന പണിമുടക്കിന് എതിർപ്പ് പ്രകടിപ്പിച്ചത് ശരിയായില്ലെന്നും സമരത്തോടൊപ്പം നിൽക്കേണ്ടവരാണ് വ്യാപാരികളെന്നും നേതാക്കൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ സമരം വ്യാപാരി സമൂഹത്തിന് വേണ്ടിയുള്ള സമരമാണ്. അവരും കൂടി ഉൾപ്പെട്ടിട്ടുള്ള, അവർക്ക് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യമാണ് ഈ സമരത്തിൽ ഉയർത്തുന്നത്. ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായി അവർ ഉയർന്നു വന്നിട്ടുള്ള ഒരു വിഷയമാണ് അവർ കട തുറക്കുമെന്നുള്ള രീതിയിലേക്ക് വന്നത്. പക്ഷേ പിന്നീട് കടകളെല്ലാം തന്നെ എല്ലാവരും പരിപൂർണമായി അടച്ച് പണിമുടക്കുമായി സഹകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റ് സംഭവങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ആ രീതിയിലൊരു അന്വേഷണ സംഭവം ഉണ്ടായിട്ടില്ല. ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായി ഉയർന്നു വന്നൊരു പ്രശ്നമാണ്, സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. കാരണം ഒരു പ്രകടനവും പ്രതിഷേധം വരുന്നതിൻ്റെ ഇടയിലേക്ക് ആളുകൾ കയറി വരുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു വാക്ക് തർക്കം ഉണ്ടായത്. അത് അവർ തിരുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. ഇത് അവർ നടത്തുകയാണെങ്കിലും അവരുടെ ഇടയിലേക്ക് ഞങ്ങൾ കയറി ചെന്നാൽ സ്വാഭാവികം ഉണ്ടാകുന്ന ഒരു വാക്ക് തർക്കം മാത്രമേ ഉണ്ടായത്. സംസ്ഥാനത്ത് സ്കൂൾ പൊതുപരീക്ഷകൾ ബുധനാഴ്ച ആരംഭിക്കും. SSLC പരീക്ഷ 31-നും +2 പരീക്ഷ ബുധനാഴ്ചയുമാണ് ആരംഭിക്കുന്നത്. പരീക്ഷയ്ക്കുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 4,32,336 വിദ്യാർത്ഥികളാണ് നാളെ +2 പരീക്ഷ എഴുതുന്നത്. റെഗുലർ വിഭാഗത്തിൽ 3,65,871 വിദ്യാർത്ഥികളും പ്രൈവറ്റായി 20,768 പേരുമാണ് പരീക്ഷ എഴുതുന്നത്. 45,796 പേർ ഓപ്പൺ വിഭാഗത്തിലും പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2,005 സെന്ററുകളാണ് ആകെയുള്ളത്. ലക്ഷദ്വീപിൽ 9 സെന്ററുകളും ഗൾഫ് മേഖലകളിൽ 8 സെന്ററുകളും സജ്ജമാക്കിയിട്ടുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 339 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 31,332 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. ഏപ്രിൽ 26 വരെയാണ് +2 പരീക്ഷ. പ്രാക്ടിക്കൽ പരീക്ഷ മെയ് 3-നും ആരംഭിക്കും. പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. വ്യാഴാഴ്ചയാണ് 10ാം ക്ലാസ് പരീക്ഷ ആരംഭിക്കുന്നത്. 4,27,407 വിദ്യാർത്ഥികളാണ് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. ഏപ്രിൽ 29-ന് SSLC പരീക്ഷ അവസാനിക്കും. IT പ്രാക്ടിക്കൽ പരീക്ഷകൾ മെയ് 3 മുതൽ 10 വരെയും നടക്കും. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. തീരദേശം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണി അറസ്റ്റിൽ. പറവണ്ണ സ്വദേശി 29-കാരൻ പള്ളിപ്പറമ്പിൽ ഷെഫീഖിനെയാണ് MDMA-യുമായി തിരൂർ പോലീസ് പിടികൂടിയത്. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ നടപടിയുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. തീരദേശത്ത് ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയായ പറവണ്ണ സ്വദേശി പള്ളിപ്പറമ്പിൽ ഷെഫീഖിനെയാണ് MDMA-യുമായി തിരൂർ പോലീസ് പിടികൂടിയത്. തിങ്കളാഴ്ച രാത്രി പറവണ്ണയിൽ വെച്ചാണ് ഇയാളെ തിരൂർ പോലീസ് പിടികൂടിയത്. തിരൂർ ഡിവൈഎസ്പി VV ബെന്നിയുടെ നിർദ്ദേശപ്രകാരം SHO ജിജയുടെ നേതൃത്വത്തിൽ SI ജലീൽ കർത്തടുത്തും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. തീരപ്രദേശത്തെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ്.
സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണിക്കുട്ടൻ, ഷെറിൻ ജോൺ, ധനേഷ്, അജിത് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ തിരുക്കോടതി റിമാൻഡ് ചെയ്തു. മഞ്ചേരി സബ് ജയിലിലേക്ക് അയച്ചു. തീരദേശങ്ങളിൽ മയക്കുമരുന്ന് കടത്തും വിൽപ്പനയും ഉപയോഗവും നടത്തുന്നവരെ നിരീക്ഷിച്ച് കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന സ്റ്റേഡിയങ്ങളിൽ AIFF നിർദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഗ്രൗണ്ട് ആൻഡ് എക്യുപ്മെന്റ് സബ് കമ്മിറ്റിയും ടെക്നിക്കൽ സബ് കമ്മിറ്റിയും സംയുക്തമായി മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം സന്ദർശിച്ചു. ഗ്രൗണ്ട് ആൻഡ് എക്യുപ്മെന്റ് കമ്മിറ്റി ചെയർമാൻ TM അബ്ദുൽ നാസർ, കൺവീനർ അജയ് രാജ്, ടെക്നിക്കൽ കമ്മിറ്റി കൺവീനർ ഡോക്ടർ PM സുധീർ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത്. AIFF സംഘം പയ്യനാട് സ്റ്റേഡിയം സന്ദർശിച്ച നിർദ്ദേശ പ്രവർത്തനങ്ങൾ കമ്മിറ്റി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്തു. നിലവിൽ സ്റ്റേഡിയത്തിലുള്ള എക്യുപ്മെന്റുകളുടെ ലിസ്റ്റ് എടുത്ത സംഘം AIFF നിർദ്ദേശിച്ച അധികം വേണ്ട എക്യുപ്മെന്റുകളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കി. സൈൻ ബോർഡുകൾ, ആവശ്യമുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി. ഗ്രൗണ്ടുകളുടെ പരിപാലനത്തിൽ തൃപ്തി അറിയിച്ചു. ഇരു കമ്മിറ്റികളും പെയിന്റ് ചെയ്ത ഗാലറിയും പരിശോധിച്ചു. സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം K നാസർ, പയ്യനാട് കൗൺസിലർ അബ്ദുൽ റഹീം, പുലാഞ്ചേരി കൗൺസിലർ സമീന ടീച്ചർ, മറ്റ് സബ് കമ്മിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കെയർ പാലിയേറ്റീവ് സെന്റർ തലക്കാടിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ക്ഷണിതാക്കളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു. കുറ്റൂർ വെള്ളയിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പാറപ്പുറത്ത് ബാബ ഹാജി ഉദ്ഘാടനം ചെയ്തു. കെയർ പാലിയേറ്റീവ് സെന്റർ തലക്കാടിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക ക്ഷണിതാക്കൾക്കായി ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. കുറ്റൂർ വെള്ളയിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പാറപ്പുറത്ത് ബാബ ഹാജി ഉദ്ഘാടനം ചെയ്തു. അബുൽ ഫസൽ പദ്ധതി വിശദീകരിച്ചു. നാസർ കുറ്റൂർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വിവിധ കെയർ കമ്മിറ്റികൾ വിഷയാവതരണം നടത്തി. സെയ്ദിൽ വ്യാജി പുല്ലൂർ, അഹമ്മദ് കടച്ചിറ, അഷ്റഫ് റീഗൽ, ജനാർദ്ദനൻ പൂക്കൈത, ബീരാൻ കുറ്റൂർ, അബ്ദുല്ലക്കുട്ടി കുറ്റൂർ, അബ്ദുറഹ്മാൻ പാറശ്ശേരി, അബ്ദുൽ ഖാദർ കുറ്റൂർ, ഗോപാൽ മാസ്റ്റർ പൂക്കൈത തുടങ്ങിയവർ സംസാരിച്ചു. തിരു MES സെൻട്രൽ സ്കൂൾ വാർഷികാഘോഷം മാർച്ച് 30, 31 തീയതികൾ നടക്കും. 30 നടക്കുന്ന മോണ്ടിസോറി വിദ്യാർത്ഥികളുടെ ഗേറ്റ് പ്രദർശന പരിപാടിയിൽ സാഹിത്യകാരൻ P. സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 31 നടക്കുന്ന വാർഷികാഘോഷ പരിപാടിയിൽ സിനിമാ താരം അനു സിത്താര വിശിഷ്ടാതിഥിയായിരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 30 മോണ്ടിസോറി വിഭാഗം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ക്രിയാത്മക പ്രദർശനമായ ഗേറ്റിയിൽ പ്രശസ്ത സാഹിത്യകാരൻ P. സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഗേറ്റി പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ, പ്രത്യേകിച്ച് മോണ്ടിസോറി വിഭാഗത്തിലെ കുട്ടികളുടെ അവരുടെ സർഗശേഷിയും വ്യത്യസ്ത മേഖലയിലുള്ള അവരുടെ കഴിവുകളും അവർ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പ്രദർശിപ്പിച്ചുകൊണ്ട് അത് എക്സിബിറ്റ് ചെയ്തുകൊണ്ട് അത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം നൽകിക്കൊണ്ട് അതൊരു ഒരു എക്സിബിഷൻ നടത്താനാണ് അതിൻ്റെ ഉദ്ദേശം. അത് ഉദ്ഘാടനം ചെയ്യുന്ന കൃത്യം 9:30 മണിക്ക് സുരേന്ദ്രൻ സാറാണ്, P. സുരേന്ദ്രൻ അവർകളാണ്. അത് ഏകദേശം 30ഓളം സ്റ്റാളുകൾ വ്യത്യസ്തങ്ങളായ മേഖലയിൽ സയൻസും ആർട്സും സ്പോർട്സും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായ സ്റ്റാളുകളാണ് നമ്മൾ സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത്. വൈകിട്ട് 3 മണിക്ക് 1 മുതൽ 4 വയസ്സ് വരെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഉത്സവമായ ലിറ്റിൽ ചാമ്പിന്റെ ഉദ്ഘാടനം തിരു DSP ബെന്നി നിർവഹിക്കും. ചടങ്ങിൽ സീരിയൽ താരം ശിവാനി മേനോൻ വിശിഷ്ടാതിയായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 31 നടക്കുന്ന സ്കൂൾ വാർഷികാഘോഷ ഉദ്ഘാടന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം അനു സിത്താര വിശിഷ്ടാതിയായി പങ്കെടുക്കും. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ രാജ്യപുരസ്കാർ അവാർഡ് നേടിയ വിദ്യാർത്ഥികളെയും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വിവിധ മേഖലകളിൽ ശ്രദ്ധേയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കും. കൂടാതെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറുന്നതോടൊപ്പം സ്കൂൾ ഡിജിറ്റൽ മാഗസിന്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ അൻവർ സാദത്ത് കള്ളിയത്ത, P. റഷീദ, നജ്മുദ്ദീൻ കല്ലിങ്ങൽ, ജയ്മാൻ മേലക്കുടി, മധുസൂദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. താനൂർ നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് മാർച്ച് 31 രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെയും റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെയും അനുമതികൾ ലഭിക്കാൻ താമസം നേരിട്ടതിനാലാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം വൈകിയതെന്ന് ചെയർമാൻ പറഞ്ഞു. താനൂർ ഗ്രാമപഞ്ചായത്തായിരുന്ന സമയത്ത് 2012 ബസ് സ്റ്റാൻഡിന് വേണ്ടി 60 സെന്റ് ഭൂമി 50 വർഷത്തേക്ക് 5000 രൂപയ്ക്ക് പാട്ടത്തിനെടുക്കുന്നത്. CP ആയിഷുമു അബൂബക്കറാണ് നഗരസഭയ്ക്ക് ഭൂമി പാട്ടത്തിന് നൽകിയത്. പൂതിരി കുഞ്ഞിഭാവു ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്കുള്ള വഴിക്ക് വേണ്ടി 1.5 സെന്റ് ഭൂമിയും സൗജന്യമായി വിട്ടു നൽകി. താനൂർ ഗ്രാമപഞ്ചായത്തും പ്രഥമ നഗരസഭാ ഭരണസമിതിയും ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചതെന്നും സംസ്ഥാന സർക്കാരിന്റെയും റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെയും അനുമതികൾ ലഭിക്കാൻ താമസം നേരിട്ടതിനാലാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം വൈകിയതെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ഏറെ പരിമിതികളുള്ള പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും 60 സെന്റ് സ്ഥലത്തേക്കുള്ള പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള മാറ്റമാണ് മറ്റന്നാൾ നടക്കുന്നത്. 2012 താനൂർ നഗരസഭ പഞ്ചായത്തായിരുന്നപ്പോൾ MP അഷ്റഫ് പ്രസിഡൻ്റായിരിക്കെയുള്ള ഭരണസമിതിയാണ് 60 സെന്റ് ഭൂമി 50 വർഷത്തേക്ക് പ്രതിവർഷം 5000 രൂപ പാട്ടത്തിന് എടുത്താണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇത് ഉദ്ഘാടന സജ്ജമായെങ്കിലും കോവിഡ് മഹാമാരിക്കാലം ആയതിനാൽ ധാരാളം പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയതിനാൽ ഉദ്ഘാടനം നമ്മൾ നീട്ടിവെക്കുകയുണ്ടായിരുന്നു.
സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെയൊക്കെ അനുമതി കിട്ടാൻ കുറച്ച് താമസമെടുത്തിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൻ്റെ പൂർത്തീകരണം നടത്തിയിട്ടുള്ളത്. ഒരു വർഷം മുമ്പ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിലും കോവിഡ് മഹാമാരി കാരണമാണ് ഉദ്ഘാടനം വൈകിയത്. പുതിയ ബസ് സ്റ്റാൻഡിൽ ക്യാൻറ്റീൻ, ക്ലോക്ക് റൂം, ടോയ്ലറ്റ്, കുടിവെള്ളം, കിണർ, ഇരിപ്പിടം, ഹൈമാസ്റ്റ് ലൈറ്റ് എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഡ്രൈനേജ് നിർമ്മിച്ചിട്ടുണ്ട്. നിലവിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും 120 മീറ്റർ മാത്രമാണ് പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള അകലം. 31 രാവിലെ 10 മണിക്ക് നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ നാടിന് സമർപ്പിക്കും. വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ അധ്യക്ഷത വഹിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. മുൻ ഭരണസമിതി, സ്ഥിരസമിതി അധ്യക്ഷന്മാർ, മുൻ ജനപ്രതിനിധികൾ, സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. ഭൂമി വിട്ടു നൽകിയവരെ ഉൾപ്പെടെ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സി കെ എം ബഷീർ, കെ പി അലി അക്ബർ, കെ ജയപ്രകാശ്, ജസ്ന ബാനു, സി പി ഫാത്തിമ, നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ തുടങ്ങിയവർ പങ്കെടുത്തു. പരപ്പനങ്ങാടി സബ് ജില്ലാ KSTU കമ്മിറ്റി സബ് ജില്ലയിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും അധ്യാപക കലോത്സവത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി. തിരുവങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. KSTU സബ് ജില്ലാ കമ്മിറ്റിയുടെ യാത്രയപ്പ് സമ്മേളനവും അധ്യാപക കലോത്സവ വിജയികൾക്കുള്ള സമ്മാനദാനവും തിരുവങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. സി മുഹമ്മദ് മുനീർ അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി UK മുസ്തഫ മാസ്റ്റർ, യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി UA റസാഖ്, പരപ്പനങ്ങാടി AEO PP മുഹമ്മദ, PV ഹുസൈൻ, ഫാറൂഖ് പത്തൂർ, മുഹമ്മദ് ബഷീർ, CC സുമയ്യ, PM ഹഫ്സ, അബ്ദുറഹ്മാൻ, സൈനബ, സോഫിയ തുടങ്ങിയവർ സംസാരിച്ചു. ജാസിദ് EV, MV ഹസൻ കോയ, TP റഷീദ, MK ഫൈസൽ, T സൂപ്പി, P മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. താനാളൂർ കേപുരം ജനകീയ വായനശാല, ഗ്രന്ഥാലയം, വയോജന സമിതിയും കോട്ടക്കൽ അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സലമത്ത് ഉദ്ഘാടനം ചെയ്തു. കേപുരം ജനകീയ വായനശാല, വയോജന സമിതിയും കോട്ടക്കൽ അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് വായനശാലയിൽ സൗജന്യ കണ്ണുപരിശോധനാ തീവ്ര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PV ഷൺമുഖൻ അധ്യക്ഷനായിരുന്നു. വയോജന സമിതി കൺവീനർ UV രാംദാസ്, K ശേഖരൻ, EV സുകുമാരൻ നായർ, O രാജൻ എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി K ശിവദാസ്, ഷൈനി, M സുബ്രഹ്മണ്യൻ, PV കൃഷ്ണൻ, മലയിൽ മണി, തലക്കാട് സുകുമാരൻ, ധന്യ PP, K ഹിരൺ, സുഭദ്ര, K ഷാജി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഡോക്ടർ ഷഹനാസ് വളപ്പിൽ, അനിത PS, സക്കീർ, സ്നേഹ, വിഘ്നേശ്വർ, സാൽവിൻ തുടങ്ങിയ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് രോഗികളെ പരിശോധിച്ചത്. 150ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് ഇന്ന് 424 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 17,846 സാമ്പിളുകളാണ് പരിശോധിച്ചത്. മലപ്പുറം ജില്ലയിൽ 8 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിന്ന് 424 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളം 104, കോട്ടയം 66, തിരുവനന്തപുരം 56, പത്തനംതിട്ട 29, തൃശൂർ 28, കൊല്ലം 27, കോഴിക്കോട് 25, ഇടുക്കി 23, കണ്ണൂർ 18, ആലപ്പുഴ 17, പാലക്കാട് 16, മലപ്പുറം 8, വയനാട് 7, കാസർഗോഡ് 0 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 17,846 സാമ്പിളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരണങ്ങളൊന്നും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഇതുകൂടാതെ മുൻ ദിവസങ്ങളിലും മരണപ്പെടുകയും എന്നാൽ രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള 6 മരണങ്ങളും സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 16 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 67,844 ആയി. മലബാറിലെ 5 ജില്ലകളിലെ യാത്രക്കാരുടെ ഇഷ്ട ട്രെയിനായ തൃശൂർ, കണ്ണൂർ, ഷൊർണൂർ പാസഞ്ചർ സർവീസ് നടത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മലബാർ റെയിൽ യൂസേഴ്സ് ഫോറം ആവശ്യപ്പെട്ടു. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ആയിരക്കണക്കിന് യാത്രക്കാരുടെ ഇഷ്ട ട്രെയിനാണ്. ഹ്രസ്വദൂര യാത്രക്കാരുടെ ആശ്രയ വണ്ടി പുനഃസ്ഥാപിക്കാൻ വൈകുന്നത് നിത്യയാത്രക്കാർ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ യാത്ര ചെയ്യുന്ന മലബാറിലെ ഭൂരിഭാഗം ജനങ്ങളെയും പ്രയാസപ്പെടുന്നതായി മലബാർ റെയിൽ യൂസേഴ്സ് ഫോറം ചെയർമാൻ മുനീർ കുറുമ്പടിയും സെക്രട്ടറി MC മനോജ് കുമാറും ചൂണ്ടിക്കാട്ടി. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം പാസഞ്ചറുകൾ പുനഃസ്ഥാപിക്കുന്ന പട്ടികയിൽ തൃശൂർ, കണ്ണൂർ പാസഞ്ചർ ഉൾപ്പെടെ പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷനുകളിലെ പാസഞ്ചറുകൾ പട്ടികയിൽ ഇടം നേടാത്തത് ഹ്രസ്വ നിത്യയാത്രക്കാരെ നിരാശപ്പെടുത്തിയതായി റെയിൽവേ യൂസേഴ്സ് ഫോറം കുറ്റപ്പെടുത്തി. റെയിൽവേ ബോർഡ് അംഗീകരിച്ച പട്ടികയിൽ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം, നാഗർകോവിൽ പാസഞ്ചർ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. അതേസമയം തമിഴ്നാട്ടിൽ മുന്തിയ പരിഗണന നൽകി. ജനപ്രതിനിധികളും MPമാരും യാത്രക്കാരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഇടപെടൽ ശക്തമാക്കണമെന്നും റെയിൽവേ ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നുമാണ് യാത്രാ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര തൊഴിൽ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ പണിമുടക്ക് 2ാം ദിനത്തിലും സ്തംഭിച്ചു നാടും നഗരവും. തിരൂരിലും സമീപ പ്രദേശങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളടക്കം അടഞ്ഞുകിടന്നു. താനൂരിൽ വ്യാപാരികളും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റം.
പണിമുടക്കിൽ തുറന്ന കടകൾ സമരാനുകൂലികൾ അടപ്പിച്ചു. പോലീസ് എത്തിയതോടെയാണ് രംഗം ശാന്തമായത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ താനൂരിൽ പ്രകടനം നടത്തി. വ്യാപാര സംഘടനാ നേതാക്കൾ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് സമര നേതാക്കൾ. തീരദേശം കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണി അറസ്റ്റിൽ. പറവണ്ണ സ്വദേശി 29-കാരൻ പള്ളിപ്പറമ്പിൽ ഷെഫീഖിനെയാണ് MDMA-യുമായി തിരു പോലീസ് പിടികൂടിയത്. താനൂർ നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് മാർച്ച് 31 രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ പി ശംസുദ്ദീൻ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 424 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിടെ 17,746 സാമ്പിളുകളാണ് പരിശോധിച്ചത്. മലപ്പുറം ജില്ലയിൽ 8 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.